പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ Nadi
വ്യാപാരത്തിൽ നിഷ്കന്മഷം ന്യായം മാത്രം നോക്കുന്നവർ സത്യം തന്നെ പറയുന്നവർ വഞ്ചനാളിൽ തീരാത്തവർ നിസ്സാരവും തിന്മകൾ പോലും സ്നേഹിതനെതിരായി ചെയ്യാത്തവരും അയൽവാസികളെ ദ്രോഹിപ്പതിനായി കൈകൂലിയും വാങ്ങാത്തവരും നിത്യത്തിൽ വാഴുന്നതിനോ പാവനമാകി പാവനയിക്കൽ പാർക്കുന്നതിനോ യോഗ്യതയുള്ളോ കർത്താവേ കുടുംബാംഗങ്ങൾക്കും നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. സകലത്തിന്റെയും നാഥായ നീക്കും. കർത്താവേ സ്തുതി ഞങ്ങൾ പാടുന്നു. മധ്യേനു നിത്യമഹോന്നതമാം ഉദ്ധാനം നീ അരുളുന്നു. ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ അനുദിനം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോൾ നിന്റെ സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായി നീക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവ്വരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ പാടിടുവിൻ, പാടിടുവിൻ. പരിപാവനനാം സർവേശ്വരാ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സുധീർഘനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം വാഴുന്ന ഞങ്ങളെ അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. സകലത്തിന്റെയും നാഥായ നീക്കും. എന്റെ സഹോദരനെ, പുറപ്പാടിന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന 34-ാം അധ്യായം 27 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഈ വചനങ്ങൾ രേഖപ്പെടുത്തുക. നിന്നോടും ഇസ്രായേൽ ജനത്തോടും ഞാൻ ചെയ്ത ഉടമ്പടിയുടെ വ്യവസ്ഥകളാണിവ. മോശ 40 പകലും 40 രാവും കർത്താവിനോട് കൂടെ അവിടെ ചിലവഴിച്ചു. അവൻ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ചെയ്തില്ല. ഉടമ്പടിയുടെ വചനങ്ങളായ 10 പ്രമാണങ്ങൾ അവൻ ഫലകങ്ങളിൽ എഴുതി. 2 സാക്ഷ്യഫലകങ്ങളും വഹിച്ച് മോശ സീനായി മലയിൽ നിന്ന് താഴേക്ക് വന്നു. ദൈവവുമായി സംസാരിച്ചതിനാൽ തന്റെ മുഖം തേജോമയമായി എന്ന കാര്യം അവൻ അറിഞ്ഞില്ല. അഹ്റോനും ഇസ്രായേൽ ജനവും മോശയുടെ മുഖം പ്രശോഭിക്കുന്നത് കണ്ടു. അവനെ സമീപിക്കുവാൻ അവർ ഭയപ്പെട്ടു. മോശ അവരെ വിളിച്ചു. അഹ്റോനും സമൂഹ നേതാക്കന്മാരും അടുത്തു
ജനം അടുത്തു ചെന്നു. സീനായി മലയിൽ വെച്ച് കർത്താവ് തന്നോട് സംസാരിച്ചതെല്ലാം അവൻ അവർക്ക് കൽപ്പനയായി നൽകി. സംസാരിച്ചു തീർന്നപ്പോൾ മോശ ഒരു മൂടുപടം കൊണ്ട് മുഖം മറച്ചു. അവൻ കർത്താവിനോട് സംസാരിക്കാൻ തിരുമുമ്പിൽ ചെല്ലുമ്പോഴോ അവിടെ നിന്ന് പുറത്തു വരുന്നതുവരെയോ മൂടുപടം ധരിച്ചിരുന്നില്ല. അവൻ പുറത്തു വന്ന് അവിടുന്ന് തന്നോട് കൽപ്പിച്ചവയെല്ലാം ഇസ്രായേൽ ജനത്തോട് പറഞ്ഞിരുന്നു. ഇസ്രായേൽ ജനം മോശയുടെ മുഖം കണ്ടു. മോശയുടെ മുഖം പ്രകാശിച്ചിരുന്നു. കർത്താവിനോട് സംസാരിക്കാൻ അകത്ത് പ്രവേശിക്കുന്നത് വരെ മോശ മുഖം മറച്ചിരുന്നു. ദൈവമായ കർത്താവിന്റെ സ്തുതി. വ്യാജം പറയാതെ ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ ഉപവാസത്തിൽ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ ഉപവാസത്തിൽ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ ഉപവാസത്തിൽ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. ശിവകായകമായ തിരുവചനം ശ്രദ്ധയോടുകൂടി ശ്രമിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും അതിനനുസരിച്ച് ജീവിക്കുന്നതിനും ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. സകലത്തെയും നാഥായി നീക്കും. സഹോദരരെ, വിശുദ്ധ പൗലോസ്ലീഹ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 17 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. ക്രിസ്തുവിൽ നവജീവിതം. കർത്താവിൽ ഞാൻ എന്നോട് ഉറപ്പിച്ചു പറയുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു, നിങ്ങൾ ഇനി ഒരിക്കലും വ്യർത്ഥത്തിന്റെ കഴിയുന്ന വിദ്യാർത്ഥികളെ പോലെ ജീവിക്കരുത്. ഹൃദയകാഠിന്യ നിമിത്തം അജ്ഞത ബാധിച്ച അവർ ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞ് ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അകറ്റപ്പെട്ടിരിക്കുന്നു. അവർ മനസ്സ് മരവിച്ച് രോഗാശക്തിക്ക് തങ്ങളെ തന്നെ സമർപ്പിച്ചു. എല്ലാത്തരം അശുദ്ധികളിലും ആവേശത്തോടെ മുഴുകി. പക്ഷേ ഇതെല്ലാം നിങ്ങൾ ക്രിസ്തുവിൽ നിന്ന് പഠിച്ചത്. നിങ്ങൾ യേശുവിനെ കുറിച്ച് കേൾക്കുകയും സത്യം തന്നിലായിരിക്കുന്ന പോലെ തന്നെ അവൻ നിങ്ങളെ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ. നിങ്ങളുടെ പഴയ ജീവിത രീതിയിൽ നിന്ന് രൂപപ്പെട്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതനായ പഴയ മനുഷ്യനെ ദൂരെ എറിയുകയും നിങ്ങൾ മനസ്സിന്റെ ചൈതന്യത്തിൽ നവീകരിക്കപ്പെടട്ടെ. യഥാർത്ഥമായ വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ നിങ്ങൾ ധരിക്കുകയും. നമ്മുടെ കർത്താവായ യേശുവിനെ സ്തുതി. സ്വർഗരാജ്യം സ്നേഹത്തിന്റെ രാജ്യം ദൈവപിതാവിൻ ഭവനം.
പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. 4-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ. അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്ന യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നയിച്ചു. യേശു 40 ദിനരാത്രം ഉപവസിച്ചു. അപ്പോൾ അവന് വിശന്നു. പ്രലോഭകൻ അവനെ സമീപിച്ചു പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുകൾ അപ്പമാകുവാൻ പറയുക. അവൻ പ്രതികരിച്ചു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അനന്തരം പിശാച് അവനെ വിശുദ്ധ നഗരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ദേവാലയത്തിന്റെ അഗ്രത്തിൽ കയറ്റി നിർത്തിയിട്ട് പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ താഴേക്ക് ചാടുക. നിന്നെ കുറിച്ച് അവന്റെ ദൂതന്മാർക്ക് കൽപ്പന നൽകും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കുവാൻ അവൻ നിന്നെ കൈകളിൽ താങ്ങിക്കൊള്ളും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. യേശു പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്ന് കൂടി എഴുതപ്പെട്ടിരിക്കുന്നു. വീണ്ടും പിശാച് വളരെ ഉയർന്ന ഒരു മലയിലേക്ക് അവനെ കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും അവരുടെ മഹത്വവും അവനെ കാണിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു, നീ സാക്ഷാത്കാരം പ്രണമിച്ച് എന്നെ ആരാധിച്ചാൽ ഇവയെല്ലാം നിനക്ക് ഞാൻ നൽകും. യേശു കൽപ്പിച്ചു, സാത്താനെ ദൂരെ പോവുക, എന്നാൽ നീ നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം, അവിടെ മാത്രമേ ഭൂഷിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അപ്പോൾ പിശാച് അവനെ വിട്ടുപോയി. ദൈവദൂതന്മാർ അടുത്തു വന്ന് അവനെ ശുശ്രൂഷിച്ചു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ശക്തനാകുക യേശുവിനെ പോലെ. ഈശ്വരനെ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സഹോദരി സഹോദരന്മാരെ, പ്രിയ കുടുംബക്കാരെ, പുതിയ വാഹനങ്ങൾ നിർമ്മിക്കുമ്പോൾ, പ്രത്യേകിച്ച് കാറുകൾ നിർമ്മിക്കുമ്പോൾ ഓരോ രാജ്യത്തിന്റെയും നിയമം അനുസരിച്ച് ന്യൂ കാർ അസസ്മെന്റ് പ്രോഗ്രാം NCAP നടത്തിയിരിക്കുന്നു. അതിന്റെ മറ്റൊരു പേരാണ് ക്രാഷ് ടെസ്റ്റ്. രണ്ട് വാഹനങ്ങൾ തമ്മിൽ ഇടിച്ചു നോക്കും. ഇടിക്കുമ്പോൾ ആ വാഹനത്തിന് എന്തുമാത്രം പരിക്കുകളാണ്, എന്തുമാത്രം കേടുപാടുകളാണ് സംഭവിക്കുക എന്നറിയുവാൻ വേണ്ടിയാണ് ക്രാഷ് ടെസ്റ്റ് നടത്തുക. പുതിയ വാഹനം പുതിയ ഡിസൈൻ ഇറങ്ങുമ്പോൾ അതിന്റെ ഉപഭോക്താക്കൾക്ക് എന്തുമാത്രം സുരക്ഷിതത്വം അതിന് ഉണ്ട് എന്ന് കാണിക്കുവാൻ വേണ്ടിയാണ്, റേറ്റിംഗ് രേഖപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഈ ടെസ്റ്റ് നടത്തപ്പെടുക. ഇന്നത്തെ സുവിശേഷം നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. നോമ്പുകാലത്തിന് ആരംഭമായി രക്ഷകന്റെ പരസ്യ ജീവിതത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് അവൻ എത്രമാത്രം ശക്തനാണ് എന്ന് കാണിക്കുവാൻ വേണ്ടി ഇവിടെ ഈശോയുടെ ഉപവാസത്തെ കാണിച്ചു തരികയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. ശക്തനായ രക്ഷകൻ കൂടെയുണ്ട്, അവനെ അനുഗമിക്കുകയായി. അവനെ അനുഗമിക്കുവാനായിട്ട് സാധിക്കുമോ? സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ആദ്യമായിട്ട് നിലപാടുകൾ ഉണ്ടായിരിക്കണം, വ്യക്തമായ നിലപാടുകൾ ഉണ്ടായിരിക്കണം. നോ പറയുക എന്ന് പറഞ്ഞ ചെറിയ കാര്യമല്ല, വലിയ കാര്യമാണ് എന്ന് തിരിച്ചറിയുവാനായിട്ട് സാധിക്കണം. മറ്റൊരു വാക്കുകൾ പറഞ്ഞ് നിലപാടുകൾ പലപ്പോഴും നഷ്ടപ്പെടലുകളായിരിക്കും. ഇവിടെ 3 പൈശാചികമായ പ്രലോഭനങ്ങളാണ് യേശുവിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുക. അപ്പത്തിന്റെ പ്രലോഭനം. വിശന്നു പൊരിഞ്ഞ യേശുവിന്റെ മുമ്പിലേക്കാണ് പിശാച് ആദ്യം അത്ഭുതം പ്രവർത്തിക്കുവാനായിട്ട് ആവശ്യപ്പെടുക. കല്ലുകളെ അപ്പമാക്കി മാറ്റി ഭക്ഷിക്കുക. അവിടെ യേശുവിന് വ്യക്തമായ നിലപാടുണ്ടായിരുന്നു. ദൈവികമായ കാര്യങ്ങളിൽ നിന്ന് വ്യതിചലിക്കുകയില്ല എന്ന നിലപാട്.
അവിടെ ചാടിയ തീർച്ചയായും ദൈവദൂതന്മാർ അവനെ സംരക്ഷിച്ചുകൊള്ളുമെന്നും വാഗ്ദാനവും ഉറപ്പും പിശാച് നൽകുകയാണ്. മറ്റൊരു വാക്യം പറഞ്ഞ് അറിയപ്പെടുന്ന ഒരു മജീഷ്യനായിട്ട് മാറുവാനായിട്ട് നിനക്ക് സാധിക്കും എന്ന പ്രലോഭനം കൊടുക്കുകയാണ്. അതിനെയും അവൻ അതിജീവിക്കുകയാണ്. മൂന്നാമതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, അവൻ ഒരു ഉയർന്ന മലയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. ലോകത്തെ എല്ലാ രാജ്യങ്ങളും കാണിച്ചു കൊടുക്കുന്നു. അധികാരത്തിന്റെ പ്രലോഭനം അവൻ കൊടുക്കുകയാണ്. ആ പ്രലോഭനത്തെ അവൻ നിലപാടുകളുമായി സാധാരണ ദൂരെ പോകുക എന്ന നിലപാടെടുത്തുകൊണ്ട് അവൻ വേണ്ട എന്ന് പറയുകയാണ്. സുവിശേഷം ഓർമ്മപ്പെടുത്തുകയാണ്, ജീവിതത്തിൽ നിലപാടുകളുണ്ടാകും, വ്യക്തമായ ബോധ്യങ്ങളുണ്ടാകും. ആ വ്യക്തമായ ബോധ്യങ്ങൾ ദൈവത്തിൽ അടിയുറച്ചതായിരിക്കണം. ആ ദൈവത്തിൽ അടിയുറച്ച നിലപാടുകൾ എടുക്കുമ്പോഴാണ് ദൈവിക സംരക്ഷണം നമുക്കുണ്ടാകുക എന്നും സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രലോഭനങ്ങളുടെ അവസാനത്തിൽ സുവിശേഷം രേഖപ്പെടുത്തുകയാണ്, ദൈവദൂതന്മാർ അവനെ സംരക്ഷിച്ചു എന്ന്. രണ്ടാമതായ ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, നോക്കുക, തമ്പുരാനോടൊപ്പം സഞ്ചരിക്കുവാനുള്ള കാലഘട്ടമാണ് ഉപവാസം. ഉപവാസം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ കൂടെ വസിക്കുക, തമ്പുരാന്റെ കൂടെ വസിക്കുവാനുള്ള സമയമാണ്. അവന്റെ പിതാസംഗത്തിലേക്ക്, അവന്റെ മരണത്തിലേക്ക് അവരോടൊപ്പം ചേർന്നുകൊണ്ട് അതിനെ രക്ഷാകരമാക്കി മാറ്റുവാനുള്ള സമയമാണ് എന്ന് ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊരു വാക്യം പറഞ്ഞ് ദൈവിക ജീവിതത്തോട് നമ്മുടെ ജീവിതത്തെ ചേർത്ത് വയ്ക്കുകയാണ് ഉപവാസം എന്നത്. അത് നല്ല ജീവിതമാണ്. ആ നല്ല ജീവിതത്തെ തിരഞ്ഞെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. നമുക്ക് കാണുവാനായി സാധിക്കും, മർത്തമറിയം എന്ന സഹോദരിമാരുടെ ജീവിതം. അവർ യേശുവിനോടൊപ്പം ആയിരിക്കുന്ന സമയത്ത് മറിയം യേശുവിനോടൊപ്പം ആയിരിക്കുന്നു. യേശു പറയുകയാണ്, അവൾ നല്ല ഭാഗം തിരഞ്ഞെടുത്തു എന്ന്. തമ്പുരാനോടൊപ്പം ആയിരിക്കേണ്ട സമയമാണ് നോക്കുക. പ്രത്യേകമായി പ്രാർത്ഥിക്കുവാനായിട്ട്, അനുദിനബലിയിൽ പങ്കുകാരായി തീരുവാനായിട്ട്, ദൈവം നിറവേറട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുമ്പോഴാണ് ആ ഉപവാസത്തിൽ നമ്മളും പങ്കുകാരായി തീരുക. മറ്റൊരു വാക്യം പറഞ്ഞ് ഇമ്പങ്ങളോട് നോ പറയുന്ന കാലഘട്ടമാണ് നോമ്പ് എന്നത്. മറ്റൊരു വാക്യം പറഞ്ഞ് ഒരു പുതിയ ജീവിതത്തിന് തുടക്കം കുറിക്കുകയാണ് നോമ്പ് കാലത്തിൽ സംഭവിക്കുക. ആത്മീയ ജീവിതത്തിൽ തമ്പുരാനോടൊപ്പം ആയിരിക്കുന്ന സമയം. മറ്റൊരു വാക്യം പറഞ്ഞ് യേശുവിനെ പോലെ ശക്തമായ നിലപാടുകൾ എടുത്തുകൊണ്ട് ശക്തി തെളിയിക്കുന്ന കാലഘട്ടമാണ് നോമ്പ് കാലം. ശക്തരായി തീരുവാനായിട്ട് യേശുവിനെ പോലെ നമുക്കും സാധ്യതമാകണം. മൂന്നാമതായിട്ട് പ്രലോഭനങ്ങളിൽ ഉറപ്പുണ്ടാകണം. പ്രലോഭനം ഉണ്ടാകും. ആ പ്രലോഭനം ഉണ്ടാകുമ്പോൾ ചഞ്ചലത്തിലാകാതെ തമ്പുരാനെ മുറുകെ പിടിക്കുവാനായിട്ട്, തമ്പുരാനോടുള്ള വിശ്വസതയിൽ നിലനിൽക്കുവാനായിട്ട്, ദൈവത്തിൽ എന്റെ എല്ലാ ചിന്തകളും കേന്ദ്രീകരിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തരും സാധിക്കുമ്പോഴാണ് നോമ്പുകാലം അർത്ഥവത്താകുക. പഴയ നിയമത്തിൽ മോശ 40 ദിവസം ഉപവസിച്ചു പ്രാർത്ഥിച്ചു. തിരിച്ചു വന്നപ്പോൾ അവന്റെ മുഖം പ്രശോഭിതമായി ആദ്യമായി നാം ശ്രദ്ധിക്കുകയുണ്ടായി. നോമ്പുകാലം തമ്പുരാനോടൊപ്പമായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതവും അർത്ഥവത്താവും. അത് തമ്പുരാനെ പ്രത്യേകമെങ്കിലും അറിയുവാനുള്ള കാലഘട്ടമാണ്. ദൈവ മക്കളായി തീരുവാനുള്ള കാലഘട്ടമാണ്. പൈശാചിക വഴികളിൽ നിന്ന് തിരിഞ്ഞ് തമ്പുരാന്റെ വഴികൾ തിരഞ്ഞെടുക്കുവാനുള്ള സമയമാണ്. അങ്ങനെ തമ്പുരാന്റെ വഴികൾ തിരഞ്ഞെടുക്കുമ്പോൾ ദൈവം നമ്മെ പരിപാലിക്കും, ദൈവദൂതന്മാർ നമ്മെ ശുശ്രൂഷിക്കുമെന്ന് ഓർമ്മപ്പെടുത്തുന്ന സമയമാണ്. ദൈവദൂതന്മാരാൽ പരിസേവിതരാകുവാനായിട്ട് ശക്തരായി പ്രലോഭനങ്ങൾ അതിജീവിച്ച് ദൈവത്തോടൊപ്പം മുന്നേറുവാനായിട്ട്, ദൈവത്തിലേക്ക് കുറച്ചുകൂടി ചേർന്ന് സഞ്ചരിക്കുവാനായിട്ട് പ്രാർത്ഥനയിലൂടെ, ഉപവാസത്തിലൂടെ ദൈവത്തെ തിരിച്ചറിയുവാനായിട്ട് നമുക്കാകുമ്പോൾ തീർച്ചയായിട്ടും അവന്റെ പിതാസനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. അതിനായിട്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കുക.
പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷവും ഉത്സാഹത്തോടും കൂടി കർത്താവിനെ അറിയിക്കാനോടാണ് യാചിക്കാം. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. പരിഷ്കാരമാകുകയും നയിക്കപ്പെടുകയും 40 അവസരിക്കുകയും ചെയ്ത കർത്താവേ, തപസ്സിനെയും പ്രായശ്ചിത്തിനെയും അനുഭവിക്കാൻ ഞങ്ങൾ നൽകണമെന്ന് ഞങ്ങൾ യാചിക്കുന്നു. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന കുഞ്ഞാടേ, ഞങ്ങളുടെ മറ്റുള്ളവരെ പാപങ്ങൾ പരിഹാരം അന്വേഷിക്കുവാൻ ഞങ്ങളെ ശക്തരാകുന്ന ഞങ്ങൾ യാചിക്കുന്നു. സ്നേഹത്തിന്റെ വലിയ വസ്തുവായ വിഷയം ഞങ്ങളുടെ ശരീരത്തെയും അതിന്റെ ദുർവാസനകളെയും നിന്നോട് കൂടി ക്രൂശിക്കുന്നതിന് ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ യാചിക്കുന്നു. സാധാരണ പരാജയപ്പെട്ടി ഞങ്ങൾക്ക് മാതൃകയും മനോധൈര്യം വിഷയായി പ്രലോഭനം ജീവിക്കാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ യാചിക്കുന്നു. വിശ്വാസഭ മുഴുവൻ നിയന്ത്രണമായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പായും ഞങ്ങളുടെ സഭയുടെ പിതാവ് തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാറാപ്പിൽ മെത്രാപ്പൊലീത്തയും ഞങ്ങളുടെ മെത്രാപ്പൊലീത്തൻ വികാരി മാർ ജോസഫ് മെത്രാനെയും മറ്റു മെത്രാന്മാരെയും ആദ്യ നമ്മൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ യാചിക്കുന്നു. കർത്താവായ വിഷയത്തിന്റെ കൃപയാൽ ഞങ്ങളെല്ലാവരും രക്ഷിക്കുകയും ശാന്തി സമാധാനം ഞങ്ങൾ അർപ്പിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ യാചിക്കുന്നു. നമുക്ക് എല്ലാവർക്കും നമ്മെ നാം ഒഴിയുകയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പാപം ഞങ്ങൾ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കുകയും ചെയ്യണമേ. സകലത്തിന്റെയും നാഥനായ ദൈവം തനിക്ക് വാസഭൂതത്തിൽ നമ്മുടെ കണ്ണുകളുടെയും പാപങ്ങളുടെയും കഴികളെയൊക്കെ നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ.
കാഴ്ചയോടൊപ്പം ഉടനെയുള്ള യോഗങ്ങളും ആവശ്യങ്ങളും നമുക്ക് സമർപ്പിക്കാം. ശക്തരാകുവാൻ തമ്പുരാനോട് സഞ്ചരിക്കുവാൻ ആവശ്യമായ കൃപ ഞങ്ങൾ ചെയ്യുന്നതിനെ നടത്തുവാൻ അപേക്ഷിക്കാം. അങ്ങയുടെ ആദ്യമായ ദൈവത്തെ എപ്പോഴും എന്നേക്കും ഞങ്ങൾ സ്തുതിക്കും. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി അനുഗ്രഹാനുഭവത്തിനെയും ഭരണത്തിനെയും സംസ്കാരത്തിനെയും ഉദ്ധാരണത്തിനെയും ഓർമ്മയാചരിക്കുവാൻ കൽപ്പിക്കുന്ന ശിശുക്കൾ വഴി പിതാവായ ദൈവം തന്റെ ഈ കുർബാന സ്വീകരിക്കുമാറാകട്ടെ. കൽപ്പനയനുസരിച്ച് മിശിഹായുടെ സ്വർഗത്തിൽ നിന്നുള്ള മഹത്വപൂർണമായ രണ്ടാമത്തെ ആഗമനം വരെ അവിടുത്തെ വിശുദ്ധ ബലിപീഠത്തിന്മേൽ സുതകവും പരിശുദ്ധവും ശിവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങൾ സജ്ജീകരിക്കപ്പെടുന്നു. അവിടെ ഈ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. എന്റെ സഹോദരീ സഹോദരന്മാരെ, ഈ കുർബാനായ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ.
അങ്ങയുടെ പ്രിയപുത്രന്റെ ശരീരങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാനും സ്വീകരിക്കുന്നവരാകുവാനും എളിയവരും പാപികളുമായിരുന്നേക്കും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരകത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടി പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളെ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ.
വാനമേഘങ്ങളിൽ വാണിടുന്നവൻ സർവ്വലോകനാഥൻ പരിശുദ്ധൻ മണ്ണിലും വിണ്ണിലും അത്യുന്നതൻ കർത്താവാം ദൈവം പരിശുദ്ധൻ ഹോശാന 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 അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ വിഹാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രി ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർ നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് ഭാവമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാം ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുകയും സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് ഭാവമോചനത്തിനായി അനേകർക്കു വേണ്ടി ശുദ്ധപ്പെടുന്ന പുതിയ ഉടമ്പടിയിൽ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാം ഇതിൽ വാങ്ങി പാനം ചെയ്യുവിൻ. നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ഞങ്ങളുടെ പ്രാർത്ഥന സഹായം പ്രത്യേകം ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും പരിശുദ്ധ പിതാവിന് വേണ്ടിയും ഞങ്ങൾ മാതാപിതാക്കൾക്കും ബന്ധുമിത്രാദികൾക്കും കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും ഞങ്ങൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും അങ്ങനെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന അയോഗ്യരായ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയും കർത്താവേ അങ്ങേ കുർബാന സ്വീകരിക്കണമേ.
ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ ബോധയ്ക്കും പാപങ്ങളുടെ ബോധത്തിനും മരിച്ചവരുടെ ഉയർത്തിലുള്ള വലിയ പ്രത്യാശയ്ക്കും അങ്ങേ പ്രീതിപ്പെടുത്തിയ എല്ലാവരുടെ ബോധിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അറിയുന്നു ഞാനെൻ പാപങ്ങൾ, കാണുന്നു ഞാനവയൻ മുൻപിൽ. അറിയുന്നു ഞാനെൻ പാപങ്ങൾ, കാണുന്നു ഞാനവയൻ മുൻപിൽ. നിൻ തിരുകൽപ്പന ഞാൻ ലംഘിച്ചു, തിരുമുൻപിൽ പാപം ചെയ്തു ഞാൻ. എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ശിവദായകവുമായ ഈ തിരുശരീരവും തിരുരക്തവും സ്വർഗത്തിൽ ഇറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ദിവ്യ സത്കാരയും ഈശോവാഴുന്നില്ല, പൂജ്യനാമോസ്തിയും ദിവ്യ കാരുണ്യമാം. ദിവ്യ സത്കാരയും ഈശോവാഴുന്നില്ല, പൂജ്യനാമോസ്തിയും ദിവ്യ കാരുണ്യമാം. നിത്യജീവൻ തരാം, സ്വർഗരാജ്യം തരാം, നിത്യജീവൻ തരാം, സ്വർഗരാജ്യം തരാം, സ്നേഹകൂദാശയാം ഈശോ അണയുന്നിതാ. ദിവ്യകാരുണ്യമേ, സ്നേഹമേ, സ്വർഗീയമാം വരദാനമേ, നിന്നെ സ്തുതിക്കുന്നു, നിന്നെ നമിക്കുന്നു, നിത്യവും ആരാധിക്കുന്നു. ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷയുടെ അമൂല്യമായ ശരീരങ്ങളെ നമുക്ക് എല്ലാവർക്കും ഭക്തിയോടെ സമീപിക്കാം. രണ്ടാമത്തെ ശരണത്തോടെ അപരാധങ്ങളെ പിന്തുണകൊണ്ട് പാപങ്ങളെ കുറിച്ച് പശ്ചാത്തലപ്പിച്ചുകൊണ്ട് സമൂഹത്തെ ക്ഷമിച്ചുകൊണ്ട് നമുക്ക് സകലത്തിന്റെ നാഥനായ ദൈവത്തോടെ പാപം യാചിക്കുകയും ചെയ്യാം. നമ്മുടെ
ചോദിക്കുന്നതെല്ലാം ഞാൻ നിങ്ങൾക്ക് നൽകാമെന്ന് പറഞ്ഞ ദൈവത്തോട് ഞാൻ ചോദിച്ചെല്ലാം എനിക്ക് ലഭിക്കും എന്ന മനോവിശ്വാസത്തോടു കൂടി അവർ വിളിച്ചപേക്ഷിക്കുക. സുഖസ്നായ പിതാവേ, സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. സഭയുടെ അവിടുത്തെ സ്തുതിയുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ഹൃദയം നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. അവരുടെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ.
സെന്റ് അൽഫോൺസ സെന്റ് സെബാസ്റ്റ്യൻ ഉപയോഗിച്ചുകളുടെ സമർപ്പണം 790 രൂപ. ഹിന്ദി മാസങ്ങളിൽ 7100 രൂപ. സെന്റ് തോമസ് ഉപയോഗിച്ച മാസങ്ങളിൽ 4400 രൂപ. സെന്റ് സെബാസ്റ്റ്യൻ ഉപയോഗിച്ച മാസങ്ങളിൽ 2900 രൂപ. സെന്റ് അൽഫോൺസ ഉപയോഗിച്ച മാസങ്ങളിൽ 6000 രൂപ. വിപുലി ബുധനാഴ്ച ദിനങ്ങൾ രാവിലെ 6:15 ആരംഭിക്കുന്നതായിരിക്കും. നോമ്പുകാലം ആരംഭിക്കുകയാണ്. ഇന്ന് രാത്രിയോടുകൂടി നോമ്പുകാലത്ത് അന്ത്യവേളയിൽ സാധികളെല്ലാവരും പങ്കുകാരായി തീരുവാനായിട്ട് ശ്രദ്ധിക്കുക. നോമ്പുകാലത്ത് നമ്മൾ മാറ്റിവെക്കുന്ന തുക പാവങ്ങൾക്ക് ജീവകാരുണ്യത്തിനായി കൊടുക്കാറുണ്ട്. അത് മാറ്റിവെക്കുവാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ഈ കുർബാനയെ തുടർന്ന് സെൻട്രൽ കമ്മിറ്റിയുടെ മീറ്റിംഗ് ഉണ്ടായിരിക്കും. ഇടവ മാസത്തെ കുരിശികൾ എടുത്തു പോകുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. സെമിത്തേരി കലർന്നതാണ് പൂർത്തീകരിക്കേണ്ടതുകൊണ്ട് ഇനി തന്നു തീർക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. ഈ മാസത്തെ കുടുംബത്തിൽ ഭാരവാഹിയുടെയും പാരിഷ് കൗൺസിലറുടെയും തിരഞ്ഞെടുപ്പ് നടക്കുന്നതാണ്. 2025-2027 വർഷത്തിലേക്കുള്ള ഭാരവാഹികളെ ആയിരിക്കും തിരഞ്ഞെടുക്കുക. സമയവും സന്മനസ്സുമുള്ളവരെ പ്രത്യേകമായി തിരഞ്ഞെടുക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പാരിഷ് കൗൺസിലുള്ളവരെ പാരിഷ് കൗൺസിലേക്ക് ഉള്ള തിരഞ്ഞെടുപ്പും നടക്കേണ്ടതാണ്. സെന്റ് ജോസഫ് ഉപയോഗിച്ച് 4 മണിക്ക് വിഷുവാനുകളിൽ പുലിയിലെ വസതിയിൽ വെച്ച് സെന്റ് മേരീസ് ഉപയോഗിച്ച് ജോലി ദേവസ്യ പാലക്കാട് വസതിയിൽ വെച്ച് 5 മണിക്ക് നടക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധമായ കൃപാവർത്തവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പോകുന്ന യോഗ്യരാകൂടെ നമുക്ക് എല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. കടങ്ങളുടെ മോചനത്തിനായി കാരുണ്യം പോലെ ഞങ്ങൾക്ക് നൽകിയത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. സകലത്തെയും നാഥായി നീക്കും. ഭാവികളെ വിളിക്കുന്നവരും അനുഭാവികൾക്ക് അത് തുറന്നു കൊടുക്കുന്നവരുമായ മിശിഹായി അങ്ങേ ശരീരങ്ങൾ സ്വീകരിക്കുന്ന അനന്തമായ കൃപയാൽ അങ്ങ് ഞങ്ങളെ അർഹരാക്കി അങ്ങനെ രാജ്യത്തെ മഹത്വത്തിൽ പ്രവേശിച്ച് നീതിമാന്മാരോടുകൂടി സ്വർഗീയ ഓർസ്ഥയിൽ പ്രവേശിച്ച് അങ്ങേ സ്തുതിക്കുവാൻ ഞങ്ങളെയും നീ യോഗ്യരാക്കണമേ. സകലത്തെയും നാഥായി നീക്കും. പാപികളെ അനുഭാവികളെ
നിങ്ങൾ മുദ്രിതരായി